ഇന്ന് നമുക്ക് സദ്യ സ്റ്റൈൽ നാടൻ അവിയൽ തയ്യാറാക്കാം. അതിനായിട്ടൊരു മൺചട്ടിയിലേക്ക് കുറച്ച് ചേന കട്ട് ചെയ്തത്, കുറച്ച് പടവലങ്ങ കട്ട് ചെയ്തത്, കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തത്, കുറച്ച് പച്ചക്കായ കട്ട് ചെയ്തത്, കുറച്ച് മുരിങ്ങയ്ക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് കിഴങ്ങ് കട്ട് ചെയ്തതും 3-4 ബീൻസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളരിക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3-4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നത് ഒരേ അളവിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി കുക്ക് ചെയ്യാൻ പാകത്തിലുള്ള വെള്ളം, ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയം കൂടി നമുക്കിതിന് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവതും, 1/2 ടീസ്പൂൺ നല്ല ജീരകവും, 2 പച്ചമുളക്, 7-8 ചുവന്നുള്ളിയും, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരയാൻ പാകത്തിന് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് ആവി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ആവി കയറിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. തൈര് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസിൽ നമ്മുടെ അരപ്പും തൈരും എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടണം. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് മുകളിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വളരെ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.